ശ്രീറാമിൽ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം വന്ന് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കാത്ത ലോണിൻ്റെ പേര് നമ്മൾ എടുക്കുമ്പോഴത്തേന് അതിൻ്റേതായ ഒരു പ്രശ്നങ്ങൾ നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നമാണ് എന്നായിട്ട് കൂടുതൽ. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പോകുന്നില്ലല്ലോ, അതിൽ നിന്നും അങ്ങനെ പോകുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ പേരിൽ എടുത്തിരിക്കുന്നതല്ല എന്നവർ ഉറപ്പ് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ സിവിൽ അതുകൊണ്ട് ഡൗൺ ആയി പോവുക ചെയ്തത്. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്തത് തന്നെ. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഈ ഇത്രയും കാണിക്കുന്നത്. ആദ്യം 6,75,000 ആയിരുന്നു കാണിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തപ്പോൾ തന്നെയാണ് 6 ലക്ഷമല്ല 17,07,000 രൂപ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അയച്ചു കൊടുത്തു. എന്നിട്ട് നേരിട്ട് ഓഫീസിൽ ചെന്ന് കാര്യം സംസാരിച്ച് തന്നെ പറഞ്ഞു ഒരു 7 ദിവസത്തിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അത് റെഡിയായില്ല. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇതേ പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ അടുത്തുള്ളൊരു എൻ്റെ സുഹൃത്തും കൂടെ കൂടിയാണ്, ഞങ്ങൾ രണ്ടുപേരുമാണ് അന്ന് കംപ്ലയിൻറ്റ് കൊടുത്തത്. ഇവൻ ജോലിക്ക് പോകുന്നത് അന്ന് പോകാൻ പറ്റിയില്ല. അത് ചെറിയൊരു തുകയാണെങ്കിൽ നമുക്ക് ഒരു സമാധാനമുണ്ട്. ലക്ഷങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. 1-2 ദിവസങ്ങളിലായിട്ട് അടുത്തടുത്ത് ഇപ്പോൾ ഈ ചെക്ക് ചെയ്യുന്നതനുസരിച്ചാണ്, വാർത്തകൾ വരുന്നതനുസരിച്ചാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് തന്നെ. അതിനോടനുബന്ധിച്ച് ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റുകൾ കൂടുതലായിട്ടും കാണിക്കുന്നുണ്ട്. ശ്രീറാം ഫിൻ എന്ന ധനകാര്യ സ്ഥാപനത്തിനെതിരെ ഓരോ ജില്ലകളിലും നിരവധി പരാതികളാണ് ഉയരുന്നത്. പരാതി നൽകി ഒരാഴ്ച പിന്നിടുമ്പോഴും കമ്പനി അധികൃതർ ഇത് നീക്കം ചെയ്തിട്ടില്ല എന്നൊരു പരാതിയാണ് ഉയരുന്നത്. വായ്പ എടുക്കാത്ത ആളുകൾക്കും വായ്പ ക്ലോസ് ചെയ്ത ആളുകൾക്കുമൊക്കെ ലക്ഷങ്ങളുടെ വായ്പ കുടിശ്ശിക അല്ലെങ്കിൽ വായ്പയാണ് ഇപ്പോൾ എടുത്തതായി കാണിച്ചിരിക്കുന്നത്. കൂടുതലും യുവാക്കളുടെ പേരിലാണ് ഇത്തരത്തിൽ വ്യാജ വായ്പ നൽകിയിരിക്കുന്നത്. ഇതോടെ ഇവരെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട്. സിവിൽ സ്കോർ ഉൾപ്പെടെ കുറഞ്ഞതോടെ മറ്റു വായ്പകളെയോ ആശ്രയിക്കാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇതിനെ തുടർന്ന് ഈ വായ്പ എടുത്ത് വഞ്ചിക്കപ്പെട്ട ആളുകളൊക്കെ തന്നെ സംഘടിച്ചിട്ടുണ്ട്. അവർ പ്രതിഷേധത്തിനു കൂടി ഒരുങ്ങുകയാണ്. കോട്ടയം ജില്ലയിലെ 2 യുവാക്കളുടെ പേരിൽ 3-4 വായ്പകളാണ് വന്നിരിക്കുന്നത്. ഏതാണ്ട് 17 ലക്ഷം രൂപയാണ് ഒരാളുടെ പേരിൽ വായ്പ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേരിൽ എത്ര രൂപയുടെ ലോണാണ് കാണിക്കുന്നത്? എൻ്റെ പേരിൽ 17,07,000 രൂപയുടെ ലോണാണ് കാണിക്കുന്നത്. എത്ര ലോണാ? അതൊരു 6,75,000, 3,60,000, പിന്നെ 2,20,000 അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ കൂട്ടി ഒരു 4 ലക്ഷം 4 ലോണുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പരാതി കൊടുത്തോ? പരാതി കൊടുത്തു. രജിസ്ട്രേഷൻ കഴിഞ്ഞ ദിവസം കൊണ്ട്, കഴിഞ്ഞ ശനിയാഴ്ച കൊണ്ട് പരാതി കൊടുത്തു. പരാതി കൊണ്ട് കൊടുത്തിട്ട് ഞായറാഴ്ച അവധിയാണ്, തിങ്കളാഴ്ച വിളിപ്പിച്ചു. ശ്രീറാമിൽ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം വന്ന് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പോകുന്നില്ലല്ലോ, അതിൽ നിന്നും അങ്ങനെ പോകുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ പേരിൽ എടുത്തിരിക്കുന്നതല്ല എന്നവർ ഉറപ്പ് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ സിവിൽ അതുകൊണ്ട് ഡൗൺ ആയി പോവുക ചെയ്തത്. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്തത് തന്നെ. പക്ഷെ അത് ഇപ്പം നമുക്കിപ്പോൾ ഒരു സിവിലിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഒരു ബുദ്ധിമുട്ട്, മാനസികമായിട്ടും എല്ലാത്തേയും ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ എടുക്കാത്ത ലോണിൻ്റെ പേര് നമ്മൾ എടുക്കുമ്പോഴത്തേന് അതിൻ്റേതായ ഒരു പ്രശ്നങ്ങൾ നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നമാണ് എന്നായിട്ട് കൂടുതൽ. നേരത്തെ ഇവിടെ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടോ? നേരത്തെ എടുത്തിട്ടുള്ള ഇവിടെ നിന്നും ഒരു 2 തവണ 2 വണ്ടിക്കായിട്ട് ലോൺ എടുത്ത് അതിൻ്റെ NOC എല്ലാം മേടിച്ച് നമ്മൾ ആ വണ്ടി വിറ്റപ്പോഴത്തെ NOC കൂട്ടി കൊടുക്കേണ്ട ഹൈപ്പോത്തിക്കേഷൻ മാറ്റേണ്ടതായതുകൊണ്ട് നമ്മളങ്ങനെ ഇത് ക്ലിയർ ചെയ്ത് വിട്ടിട്ടുള്ള. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഈ ഇത്രയും കാണിക്കുന്നത്. ആദ്യം 6,75,000 ആയിരുന്നു കാണിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തപ്പോൾ തന്നെയാണ് 6 ലക്ഷമല്ല 17,07,000 രൂപ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ചെക്കൊക്കെ, അന്നത്തെ ചെക്കൊക്കെ ഇവർ തിരിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല, അന്നത്തെ ഒരു പ്രൂഫ് അവർ നമ്മൾ തിരിച്ചു തന്നിട്ടില്ല. കാരണം NOC മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ടെന്നുള്ളതാണ് അതിൻ്റെ. നമ്മൾ ചെക്ക് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഡീറ്റെയിൽ രേഖകളെല്ലാം നമ്മൾ കൊടുക്കുന്നല്ലേ. ഒരു സാധനം നമ്മൾ തിരിച്ചു മേടിച്ചിട്ടില്ല. ശ്രദ്ധയിൽപ്പെട്ടത് എത്ര ദിവസമായി? ഇതിപ്പോൾ കഴിഞ്ഞ മാസം 25-ാം തീയതി 26-ാം തീയതി കൊണ്ടാണ് എനിക്ക് ഇത് പറ്റിയത്. കാരണം വേറൊരു ആവശ്യത്തിന് വേണ്ടി സിവിൽ ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഇത്ര ലക്ഷം രൂപയുടെ മിസ്റ്റേക്ക് കാണിക്കുന്നത്. സിവിൽ പോയി അന്നത്തേനാണ് ഈ പൈസ കാണിക്കാൻ തുടങ്ങിയത്. അന്ന് ഇതുപോലെ തന്നെ അവിടുത്തെ മാനേജറെ പോയി ഞാൻ വാട്സപ്പ് വഴി മുഖേന അയച്ചു കൊടുത്തു. എന്നിട്ട് നേരിട്ട് ഓഫീസിൽ ചെന്ന് കാര്യം സംസാരിച്ച് തന്നെ പറഞ്ഞു ഒരു 7 ദിവസത്തിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് റെഡിയായില്ല. അതുകൊണ്ടാണ് ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻ്റ് ആയിട്ട് കൊടുത്തത്. അപ്പം താങ്കൾക്കും എത്ര ലോണാണ് കാണിക്കുന്നത്? എനിക്ക് ടോട്ടൽ 12 ലക്ഷം രൂപയുടെ ലോണാണ് കാണിക്കുന്നത്. 4 ലോണുണ്ട്. അതിൽ 4.5 ലക്ഷത്തിൻ്റെ 2 ലോണും 2,10,000-ൻ്റെ 2 ലോണായിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ അവരിൽ നിന്ന് ലോൺ എടുക്കുകയും ചെയ്തിരുന്നോ? ഞാൻ നിലവിൽ ലോൺ എടുത്തിരുന്നു. അത് 2021 ആഗസ്റ്റിലായിരുന്നു ലോൺ സ്റ്റാർട്ട് ചെയ്തത്. ഈ റീസെൻ്റായിട്ട് ഞാൻ ലോൺ ക്ലോസ് ചെയ്തിരുന്നു. NOCക്ക് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം സിവിൽ വേറൊരു പേഴ്സണൽ ലോണിൻ്റെ ആവശ്യത്തിന് വേണ്ടി സിവിൽ ചെക്ക് ചെയ്തപ്പോഴാണ് സിവിൽ ഒരുപാട് താഴ്ന്നു കിടക്കുന്നത് കണ്ടത്. സാധാരണ ഇവരുടെ അടുത്ത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ അടുത്ത് ലോൺ എടുക്കാൻ ചെയ്യുന്ന 100 കൂട്ടം കാര്യങ്ങളാണ്. അതെ 100 കൂട്ടമാണ്. ഇതിപ്പം അങ്ങനെ ഒരു പ്രൊസീജിയറും ഇല്ലാതെ നമ്മുടെ പേരിൽ 4 ഫേക്ക് ലോണുകൾ വരുന്നു. അത് 2 തവണ EMI അടച്ചതായിട്ട് നമുക്ക് അതിനുള്ള ഗൂഗിൾ പേയിൽ അതിൻ്റെ രേഖകളെല്ലാം കാണിക്കുന്നുണ്ട്. സിവിൽ ഒരുപാട് താഴ്ന്നു കിടക്കുന്നുണ്ട്.
ആ ജില്ലയിലുള്ള നിരവധി ആളുകൾക്ക് ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇതേ പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ അടുത്തുള്ളൊരു എൻ്റെ ഒരു സുഹൃത്തും കൂടെ കൂടിയാണ്. ഞങ്ങൾ രണ്ടുപേരുമാണ് അന്ന് കംപ്ലയിൻറ്റ് കൊടുത്തത്. ഇവൻ ജോലിക്ക് പോകുന്നുണ്ട്, അന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അന്ന് കൊണ്ടുപോയി ഇതുപോലെ തന്നെ കുറേ പേർക്ക് പ്രശ്നമുള്ളതായിട്ട് നമ്മളിപ്പം ഇപ്പോഴും 1-2 ദിവസങ്ങളിലായിട്ട് അടുത്തടുത്ത് ഇപ്പോൾ ഈ ചെക്ക് ചെയ്യുന്ന അനുസരിച്ചാണ്, ഈ വാർത്തകൾ വരുന്ന അനുസരിച്ചാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് തന്നെ. അതിനോടനുബന്ധിച്ച് ഒരുപാട് പേർക്ക് ഇപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റുകൾ കൂടുതലായിട്ടും കാണിക്കുന്നുണ്ട്. അത് ചെറിയൊരു തുകയാണെങ്കിൽ നമുക്ക് ഒരു സമാധാനമുണ്ട്. ലക്ഷങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിനി മാറാതെ കിടക്കുക, അങ്ങനെ എന്തെങ്കിലും ബാധ്യതയാകുമെന്നുള്ളൊരു ആശങ്കയുണ്ട്. അതെ തീർച്ചയായിട്ടും നല്ല ആശങ്കയുണ്ട്. കാരണം ഇത് ഇവർ പറയുന്ന വേറെ ഈ ഇവർ ചെക്ക് ചെയ്യുമ്പോഴത്തേനും കാണിക്കുന്നുണ്ട്, പക്ഷേ ഗൂഗിൾ പേക്കകത്ത് ഫുള്ളായിട്ടും കാണിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള സിവിൽ നല്ല രീതിയിൽ ഇടിഞ്ഞ് നമുക്ക് ആകപ്പാടെ പ്രശ്നമായിട്ടുണ്ട്. ലോൺ കിട്ടത്തില്ല. മറ്റു ലോണുകളൊന്നും എടുക്കാൻ മേലാത്ത സാഹചര്യത്തിലോട്ടായിട്ടുണ്ട് കാര്യങ്ങൾ. ഈ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, കാരണം ഒരുപാട് പേര് സംഘടിച്ചു എന്നാണ് അറിഞ്ഞത്. അതെ, ഒരുപാട് പേര് ഇവിടെ എല്ലാം നമ്മുടെ അടുത്ത് സുഹൃത്തുക്കളായിട്ടും മൊത്തത്തിൽ എല്ലായിടത്തും ഒരു നല്ല രീതിയിലുള്ള പ്രതിഷേധമാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴിയാണല്ലോ അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നല്ല പ്രശ്നമാണ് നമ്മൾ നേരിടുന്നത്. കമ്പനി എന്തെങ്കിലും പറയുന്നുണ്ടോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വാർത്തകൾ കൊടുക്കരുത് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അവർ? ഇല്ല, അവർ ചെന്നപ്പോഴത്തേന് പറയുന്നത് ഇതൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു എന്നാ അവർ പറയുന്നത് ഒരു ടെക്നിക്കൽ എറർ ആണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഒരു വാർത്താ ഇഷ്യൂ അല്ല ഈ സംഭവം, അവർ ക്ലിയർ തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ ശേഷി കംപ്ലയിൻറ്റ് കൊടുത്ത് അന്ന് ഒത്തുതീർപ്പാക്കി, അതായത് 7 ദിവസത്തിനുള്ളിൽ റെഡിയാക്കി തരാമെന്നുള്ളൊരു ഒത്തുതീർപ്പിൻ്റെ പുറത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നടപടി ഇതിനായിട്ടൊന്നും ആയിട്ടില്ല.